നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. മനുഷ്യനാകാൻ ദാനം എത്രത്തോളം ആവശ്യമാണെന്ന് സൃഷ്ടികർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേവമാനുഷ ദാനവന്മാർക്ക് പ്രജാപതി ദാ എന്ന ഒറ്റ അക്ഷരം കൊണ്ട് ഉപദേശം നൽകിയ കഥ ബൃഹദാരണ്യകോപനിഷത്തിൽ കാണാം. ദാ എന്ന അക്ഷരം കൊണ്ട് മനുഷ്യന് നൽകിയ ഉപദേശം ദത്ത എന്നാണ്, അതായത് ദാനം ചെയ്യൂ എന്നർത്ഥം. ആർക്കും കൊടുക്കാതെ അവനവന് വേണ്ടി മാത്രം സമ്പാദിച്ചു കൂട്ടുന്ന സ്വഭാവം ഒരാളെ മനുഷ്യത്വഹീനനാക്കുന്നു. തൻ്റെ കൈവശമുള്ളതിൻ്റെ ഒരു പങ്ക് അന്യർക്ക് കൂടി കൊടുക്കുമ്പോഴേ അവൻ മനുഷ്യത്വമുള്ളവനാകുന്നുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ശീലവും ഗുണവും. ശീലമെന്നാൽ സൽസ്വഭാവവും ചാരിത്ര്യവുമാണ്. സ്വഭാവശുദ്ധിയില്ലാത്ത മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കാൻ പറ്റില്ല. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വഭാവശുദ്ധിയാണ്. അത് നഷ്ടപ്പെട്ട ആളുടെ ജീവിതം വ്യർത്ഥമാണ്. സത്യം, അസൂയരാഹിത്യം, ക്ഷമ, ശാന്തി, സന്തുഷ്ടി, ദയ, ഔദാര്യം, ധൈര്യം, സൗഹൃദം, പ്രയത്നശീലം, കൃതജ്ഞത, കാരുണ്യം ഇങ്ങനെയുള്ള ഗുണങ്ങൾ മനുഷ്യനിൽ അവശ്യമുണ്ടായിരിക്കണം. കാരണം അതെല്ലാം മനുഷ്യത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ദൂതന്മാർ ചെന്നു വരുത്തിയിടിനാർ പടയെല്ലാം ആതിഥേയാദികളുമൊക്കെ വന്നൊരുമിച്ചാർ. വാരണവാജി രഥ വിഹംഗ മൃഗജാലമേറിനാരായുധങ്ങളെടുത്തു പിടിച്ചവർ ദേവകളോടു സമരത്തിനു പുറപ്പെട്ടാർ. ആവോളം പിഴച്ചു കാണായിതു നിമിത്തങ്ങൾ. ദുർനിമിത്തങ്ങളൊന്നുമാതരിയാതെയവർ ചെന്നടുത്തിതു സുരലോക ഗോപുരദ്വാരേ. ദേവേന്ദ്രനതു കണ്ടു ദൂതനെയച്ചിതു ദേവദേവേശനായ ഭഗവാനോടു ചൊൽവാൻ. ദേവദൂതോക്തി കേട്ടു മാധവൻ തിരുവടി ദേവാരികളെയൊക്കെ നിഗ്രഹിപ്പതിനായി വൈനതേയന്മേലേറിയായുധങ്ങളുമായി ദാനവന്മാരോടു യുദ്ധത്തിനു പോയ നേരം രക്ഷോവീരന്മാരെല്ലാം അടുത്തു യുദ്ധം ചെയ്താർ.
പക്ഷീന്ദ്രധ്വജനുമസ്ത്രാവലി തൂകിടിനാൻ. യുദ്ധവൈദഗ്ധ്യം ഇനിമേലിലുള്ളേടം ചൊൽവാനെത്രയും പണിയെന്നാലെന്നു പൈങ്കിളിമക്കൾ. അടുത്തതായി രാമായണ ദർശനം. സുകേശന്റെ 3 മക്കളുടെ നേതൃത്വത്തിൽ ദേവന്മാരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു. ഇവരുടെ ദൂതന്മാർ നാനാദിക്കിലേക്കും യാത്ര ചെയ്ത് വലിയൊരു സൈന്യത്തെ സംഘടിപ്പിച്ചു. അവരുമായി യുദ്ധത്തിന് പോകവേ അനവധി ദുർനിമിത്തങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം അവഗണിച്ച് അവർ ദേവലോകത്തിന്റെ കവാടത്തിലെത്തി. തുടർന്നുള്ള ഭാഗം സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് നമുക്ക് കേൾക്കാം. ദേവന്മാർക്കെല്ലാം മഹാവിഷ്ണു അഭയവാക്യം നൽകി രാക്ഷസ നിഗ്രഹം വാഗ്ദാനം ചെയ്തു. ഇതറിഞ്ഞ് മാല്യവാനും സുമാലിയും മാലിയുമെല്ലാം ദേവന്മാരെ ആക്രമിക്കത്തക്ക വിധം വലിയ സൈന്യസന്നാഹം ചെയ്യുകയാണ്. അതാണ് പറയുന്നത്, ദൂതന്മാർ ചെന്നു വരുത്തിയിടിനാർ പടയെല്ലാം, ആതിഥേയാരികളും ഒക്കെ വന്നൊരുമിച്ചാർ. വാരണവാജിരഥ വിഹംഗ മൃഗജാലമേറി നാരായുധങ്ങളെടുത്തു പിടിച്ചവർ. സുകേശപുത്രന്മാരുടെ ദൂതന്മാർ നാനാദിക്കിലേക്ക് യാത്രയായി. ദേവശത്രുക്കളുടെ താത്പര്യം അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും എല്ലാം വലിയ സൈന്യം സ്വരൂപിച്ചു. ആനകളിലും കുതിരകളിലും രഥങ്ങളിലും മറ്റു മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാം ഏറി നാനാവിധ ആയുധങ്ങളും എടുത്തുകൊണ്ട് അവരുടെ സൈന്യം ഒത്തൊരുമിച്ചു. യുദ്ധം ചെയ്യാൻ, ദേവകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. വളരെയധികം ദുർനിമിത്തങ്ങൾ കാണാൻ ഇടയായി. പക്ഷെ അത്തരം നിമിത്തങ്ങളെയൊന്നും ആദരിക്കാതെ അവഗണിച്ചുകൊണ്ട് അവർ യാത്ര തിരിക്കുകയും ദേവലോകത്തിൻ്റെ കവാടത്തിലെത്തിച്ചേരുകയും ചെയ്തു. ദേവേന്ദ്രൻ അതു കണ്ടു ദൂതനെ അയച്ചിതു, ദേവദേവേശനായ ഭഗവാനോടു ചൊൽവാൻ. ദേവദൂതോക്തി കേട്ടു മാധവൻ തിരുവടി, ദേവാരികളെയൊക്കെ നിഗ്രഹിപ്പതിനായി. അങ്ങനെ ദേവശത്രുക്കളുടെ സൈന്യം ദേവലോകത്തിൻ്റെ ഗോപുര സമീപത്തിലെത്തിയപ്പോൾ ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനരികിലേക്ക് മുൻ നിശ്ചയപ്രകാരം ദൂതനെ പറഞ്ഞയച്ചു. വിവരമറിഞ്ഞു മഹാവിഷ്ണു വേഗം തന്നെ ഗരുഡൻ്റെ പുറത്ത് പലവിധ ആയുധ സന്നാഹങ്ങളോടുകൂടി യാത്രയായി. രക്ഷോവീരന്മാരാകട്ടെ എല്ലാവരും മഹാവിഷ്ണുവോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. പക്ഷീന്ദ്രൻ കൊടിയടയാളമായിട്ടുള്ളവൻ മഹാവിഷ്ണു അസ്ത്രാവലി തൂകിയിടിനാൻ. അസ്ത്രങ്ങളുടെ ആവലി തന്നെ, കൂട്ടത്തെ തന്നെ ദേവശത്രുക്കൾക്ക് നേരെ പൊഴിച്ചു. അങ്ങനെ അസുരന്മാരും മഹാവിഷ്ണുവും തമ്മിൽ ഘോരമായ യുദ്ധം സംഭവിക്കുകയാണ്. യുദ്ധവൈദഗ്ധ്യമിനിമേലിലുള്ളേടം ചൊൽവാൻ, എത്രയും പണിയെന്നാലെന്നു പൈങ്കിളിമകൾ. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ഉത്തര രാമായണത്തിലെ 1-ാമത്തെ അധ്യായം പൂർത്തിയാക്കുകയാണ്. കിളിമകൾ പറയുന്നു, അവരുടെ യുദ്ധവൈദഗ്ധ്യം, വിശേഷിച്ച് മഹാവിഷ്ണുവിൻ്റെ യുദ്ധവൈദഗ്ധ്യം പറയാൻ സാധ്യമല്ല, അത് വളരെ പണിയുണ്ട് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം അധ്യായം ഉപസംഹരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ചിന്തിച്ചു, വാൽമീകീയ രാമായണത്തിലായാലും അധ്യാത്മരാമായണത്തിലായാലും 7 കാണ്ഡങ്ങളാണ് മൊത്തമുള്ളത്. ബാലകാണ്ഡത്തിൽ ആരംഭിച്ച് ഉത്തരകാണ്ഡത്തോടുകൂടി അവസാനിക്കുകയാണ്. എന്നാൽ കിളിപ്പാട്ടിൽ യുദ്ധകാണ്ഡത്തിൽ അവസാനിച്ച് ഉത്തരകാണ്ഡം മറ്റൊരു ഗ്രന്ഥമായിട്ടാണ്. അതിന് ഉത്തര രാമായണം എന്നും പേര് കൊടുത്തു. ഇത് കാണ്ഡമായിട്ടല്ല. എന്ന് മാത്രമല്ല, മറ്റൊരു വിശേഷമുള്ളത്,
രാമായണത്തിൽ മറ്റെല്ലാ ഭാഗത്തും അധ്യാത്മരാമായണ മൂലത്തെയാണ് പ്രായേണ എഴുത്തച്ഛൻ പിൻപറ്റിയിട്ടുള്ളത്. എന്നാൽ ഉത്തരരാമായണം വാൽമീകീയ രാമായണത്തിലെ ഉത്തരകാണ്ഡത്തെയാണ് പിൻപറ്റുന്നത്. അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രന്ഥാരംഭത്തിലും വാൽമീകിയാൽ രചിക്കപ്പെട്ട ഉത്തരരാമായണത്തെയാണ് ഇവിടെ കവി അനുസ്മരിച്ചിട്ടുള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രഭാതങ്ങളിലേക്ക് സൂര്യൻ ഒരു സങ്കീർത്തനം പോലെ പൊൻപ്രകാശം കൊണ്ട് അർച്ചന തുടങ്ങി. അഞ്ചുമൂർത്തി മംഗലം എന്ന ദേശത്തിന്റെ ആത്മതാളവും പരമചൈതന്യവുമായ ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രദക്ഷിണയാത്ര ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലൊന്നു തന്നെയാണ്. ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികൾ ഒരുമിച്ച് കുടികൊള്ളുന്ന അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പുണ്യദർശനം നമുക്ക് നേടിത്തരുന്നത് ജനിമൃതികളിലൂടെ കടന്നുവന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ്. അതിപുരാതനമായ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മനസ്സ് നിറയെ ആത്മീയമായ ഏതോ ഗൃഹാതുരതകളുടെ പുണ്യോത്സവങ്ങളാകുന്നു. പ്രാണൻ പ്രപഞ്ചത്തിൽ നിന്ന് കടം കൊണ്ട ശരീരമെന്ന ആവരണത്തെയും സമയത്തെയും കാലത്തെയും മറന്ന് പൂർവജന്മസ്മൃതികളിലൂടെ ഒരു മഹത്തായ തീർത്ഥയാത്ര പോലെ യുഗങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്രദക്ഷിണ പുണ്യം തന്നെയാവുന്നു അഞ്ചുമൂർത്തി ക്ഷേത്ര ദർശനം. സർവപ്രപഞ്ചത്തിന്റെയും ദേവാദിദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവെന്നറിയപ്പെടുന്ന സാക്ഷാൽ കശ്യപ പ്രജാപതി തന്നെയാണ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതും. പാലക്കാടിന്റെ ഗ്രാമക്കാഴ്ചകളുടെ മനോഹാരിതകളിൽ ഒന്നാണ് വടക്കഞ്ചേരിയിലെ അഞ്ചുമൂർത്തി മംഗലമെന്ന ഗ്രാമം. ഗ്രാമവാസികൾ പറയുന്ന നിരവധി കഥകളിൽ പ്രധാനപ്പെട്ടത് ക്ഷേത്രക്കുളത്തിനു ചുറ്റുമുള്ള വയലുകൾക്കപ്പുറം നിൽക്കുന്ന വീഴുമലയുടെ ചരിത്രമാണ്. ത്രേതായുഗ കാലത്ത് മൃതസഞ്ജീവിനെ തേടിപ്പോകുന്ന ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് അടർത്തിയെടുത്ത മലയുമായി ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ മൃതസഞ്ജീവിനി നിറഞ്ഞ മലയുടെ ഒരംശം ഈ പ്രദേശത്ത് വീഴുകയും അതാണ് വീഴുമലയെന്ന രീതിയിൽ ഇവിടെ അറിയപ്പെട്ടു തുടങ്ങിയതെന്നുമാണ് പറയപ്പെടുന്നത്. വീഴുമലയിൽ ഇപ്പോഴും മൃതസഞ്ജീവിനി ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിന് 3500-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ക്ഷേത്രചരിത്രം
സ്വീകരിക്കാതെ അഞ്ചുമംഗലം ദേശത്തേക്ക് വന്ന കശ്യപ മുനി നൃത്തസ്വരൂപത്തിൽ നിൽക്കുന്ന കാർത്യായനി ദേവിയെ കാണുകയും കാർത്യായനി ദർശനം കിട്ടിയ കശ്യപൻ നൃത്തസ്വരൂപത്തിലുള്ള ദേവീ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വിഷ്ണു വിഗ്രഹ പ്രതിഷ്ഠ പൂർത്തീകരിക്കാതെ കാർത്യായനി ദേവിക്ക് അരികിൽ വന്ന കശ്യപനെ തിരക്കി വിഷ്ണുവിന്റെ സുദർശന ചക്രം വന്നുവെന്നും ഒടുവിൽ സുദർശന ചക്രം ഇവിടെ തന്നെ സ്വയംഭൂവായി എന്നാണ് ചരിത്രം പറയുന്നത്. ഭാരതത്തിൽ തന്നെ സ്വയംഭൂവായ സുദർശന ചക്ര പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രം തന്നെയാണെന്ന് വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ പല സുദർശന ചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനം അഞ്ചുമൂർത്തി ക്ഷേത്രം
വലിയ ആൽമരങ്ങൾക്കപ്പുറം സൂര്യാസ്തമയം തുടങ്ങി. അസ്തമയ സൂര്യൻ ശ്രീകോവിലിന് മുകളിൽ നിന്ന് ഭഗവാനെ വണങ്ങി യാത്ര ചോദിച്ചു നിൽക്കുമ്പോൾ നാലമ്പലത്തിനുള്ളിൽ പൂജാവിളക്കുകൾ തെളിഞ്ഞു.